ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും INU'S എംപയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ കാണുന്നത് പോലെ റെയിൻ ലില്ലി ഫ്ലവറാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നവരെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേക്കും പ്ലേ ചെയ്താൽ മതിയാവും. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ചാനൽ തുടങ്ങി വരുന്ന ആ ഒരു സ്റ്റേജിലായതുകൊണ്ടിട്ട് പ്ലേ ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണാൻ നേരത്ത് അത് ചാനലിന് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അയക്കത്തില്ല. അതുകൊണ്ടിട്ട് വീഡിയോ കാണുന്നവരെല്ലാവരും പ്ലീസ് ഫുള്ളായിട്ട് തന്നെ ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈമിൽ ജസ്റ്റ് കുറച്ച് ടൈം മാത്രം ഒന്ന് സ്പെൻഡ് ചെയ്ത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൂടുതലും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത് കൊണ്ടിട്ട് ഇവിടെയും ലീഫ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റെല്ലിയുടെ ആ ഒരു ലീഫ് എന്ന് പറയുന്നത് നീളത്തിലുള്ള വീതി കുറഞ്ഞ ലീഫ്, അത് ഇതുപോലെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ജസ്റ്റ് കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വീതി കുറച്ച് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കുറച്ച് ലീഫ് നമുക്ക് വെട്ടിയെടുക്കാം. ഒരു കുഞ്ഞു ബോട്ടിൽ നിന്ന് നമുക്ക് ഇത്ര ലീഫ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ലീഫിൻ്റെ ടോപ്പിലായിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ജസ്റ്റ് പ്ലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക മാത്രമായിരുന്നു ചെയ്തത്. ഇനി നമുക്ക് അതിൻ്റെ ഓരോ ലീഫിൻ്റെ നമുക്ക് തുമ്പിൽ, ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമുക്കത് കട്ട് ചെയ്തപ്പോഴേക്കും കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് തുമ്പ് നമുക്ക് ടോപ്പ് ഭാഗത്തായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഗ്രീൻ കളറിലെ പെയിൻറ്റ് യൂസ് ചെയ്ത് ഫുള്ളായിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റ് ചെയ്യുമ്പോഴേക്കും എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഈ വേസ്റ്റ് മെറ്റീരിയൽ അതും പ്ലാസ്റ്റിക്കിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും ഫാബ്രിക് പെയിൻറ്റിനും ഒരു പശപ്പുള്ളത് കൊണ്ടിട്ട് ഇത് നമ്മുടെ കയ്യിൽ പറ്റി പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടിട്ട് വൺ ഡേ ഒന്ന് നമ്മൾ ഉണക്കിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് കിട്ടും. നമ്മുടെ ലീഫെല്ലാം റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാൻ തുടങ്ങാം. അതിനകത്ത് A4 സൈസ് പേപ്പർ ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ഗമ്മ് കഴിച്ച് രണ്ടായിട്ടൊന്ന് ഹോൾഡ് ചെയ്തെടുക്കുക. അതിനുള്ളിലേക്ക് ഒരു കമ്പി വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടും. ഉണങ്ങിയതിന് ശേഷം നമുക്ക് നമ്മുടെ പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഓരോ പെറ്റൽസും ഇനി നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ കളറിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടും നമുക്ക് ഫ്ലവർ ചെയ്യാനായിട്ട് തുടങ്ങാം.
ഇനി ഓരോ പെറ്റൽസും ഇതുപോലെ വെച്ച് കൊടുത്ത് നൂല് കൊണ്ട് ഒന്ന് ചുറ്റിയെടുക്കാം. നമ്മുടെ പൂ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് യെല്ലോ കളറിൽ ഒരു ചെറിയ ഒരു പോയിൻറ്റിങ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നടുക്ക് ആ ഒരു പൂമ്പൊടിയില്ലേ, നടുക്കൊരു മഞ്ഞ കളറിൽ ഉണ്ട്. അപ്പോൾ അത് നമുക്കിത് ഇതേപോലെ ഒന്നും യെല്ലോ കളറിൽ പെയിൻറ്റ് ചെയ്ത് എടുക്കാം. ഫ്ലവർ ടേപ്പ് യൂസ് ചെയ്ത് ഇനി സ്റ്റെമ്മ് ചുറ്റിയെടുക്കാം. നമ്മുടെ റെയിൻ ലില്ലി ഇവിടെ ഫിനിഷിംഗ് ലുക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.